നമസ്കാരം. ഇന്നലെ ലോകത്തെ അമ്പരപ്പിച്ച ഒരു സംഭവമായിരുന്നു ദക്ഷിണ കൊറിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട്, അതായത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾക്കകം അത് പിൻവലിച്ചത്. പലപ്പോഴും വാർത്തകൾ ഉണ്ടാകാറുള്ളത് ഉത്തര കൊറിയയിൽ നിന്നാണ്. അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നും അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെയാണ് വാർത്തകളിൽ നിറയാറുള്ളത്. എങ്കിൽ ഇക്കുറി അത് ദക്ഷിണ കൊറിയയുടെ ഊഴമായിരുന്നു. സാധാരണഗതിയിൽ വളരെയേറെ വികസിച്ച, ഒരുപാട് മുന്നോട്ട് പോയ, സാമ്പത്തികമായ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ. എന്നിട്ടും അവിടെ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ജനങ്ങൾ ഇളകിയപ്പോൾ അത് പിൻവലിക്കാനും അവിടുത്തെ ഭരണാധികാരി തയ്യാറായതിൻ്റെ പിന്നിലെ കഥകൾ എന്താണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇപ്പോൾ വളരെ രസകരവും വിചിത്രവുമായ ചില സംഭവങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി കോടതി വിധിയെ നേരിടുന്നതിന് വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പ്രധാനമായും അവരുടെ ഇളയ മകനായിരുന്ന സഞ്ജയ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലെ തുടക്കക്കാരനായ മകൻ്റെയും കൂട്ടാളികളുടെയൊക്കെ വാക്കുകേട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് അക്കാര്യത്തിൽ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ തെക്കൻ കൊറിയയിൽ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, അവിടുത്തെ ഭരണാധികാരിയുടെ, അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഭാര്യയാണ് തൻ്റെ ഭർത്താവിനോട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ചതെന്നും അതല്ല, ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ഭാര്യ വൻ വിവാദങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റിവിടുന്നതിന് വേണ്ടിയാണ് പ്രസിഡന്റ് ഈ ഒരു വിദ്യ പ്രയോഗിച്ചത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായ യുൻ സുക് യോൾ അറിയപ്പെടുന്ന പ്രമുഖനായ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കുറേ കാലങ്ങളായി ഉയരുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാണ്. ഭാര്യ ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നും അവർ പ്രസിഡന്റിനെ പല കാര്യങ്ങളിലും വഴിതെറ്റിക്കുന്നു എന്നും വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കിം കിയോൺ ഹി എന്നാണ് പ്രസിഡന്റിൻ്റെ ഭാര്യയുടെ പേര്. പൊതുവേദികളെല്ലാം തന്നെ പ്രസിഡന്റിനോടൊപ്പം പ്രത്യക്ഷപ്പെടാറുള്ള ഇവരെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു. അതിലൊന്ന്, വളരെ വിലപിടിപ്പുള്ള ഒരു ബാഗ്, അതായത് ലക്ഷങ്ങൾ വില വരുന്ന ബാഗ് ഒരു വ്യക്തിയിൽ നിന്ന് ഉപഹാരമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ദക്ഷിണ കൊറിയയിലെ നിയമം അനുസരിച്ച് ഭരണാധികാരികളോ അവരുടെ കുടുംബാംഗങ്ങളോ ആരിൽ നിന്നെങ്കിലും ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ അത് ചെറിയ തുകയ്ക്കുള്ള ഉപഹാരങ്ങളായിരിക്കണം എന്ന് വ്യവസ്ഥയുണ്ട്. അല്ലാതെ ലക്ഷങ്ങൾ വില വരുന്ന ഉപഹാരങ്ങൾ വാങ്ങിക്കുന്നത് ആ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നിയമവിരുദ്ധമാണ്. കിം സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർ ചിത്രകാരിയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇവരുടെ അക്കാദമിക് പശ്ചാത്തലത്തെക്കുറിച്ചും നിരവധി വാർത്തകൾ ഈയിടെ പുറത്തു വന്നിരുന്നു. വിദ്യാഭ്യാസപരമായി താൻ വളരെ ബിരുദങ്ങൾ നേടിയ ആളാണ് എന്നാണ് കിം പലവട്ടം അവകാശപ്പെട്ടിരുന്നത്. എങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമല്ല എന്നും ഇവർ ചില സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി എന്ന് അവകാശപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നു എന്നും പിന്നീട് ആ സർവകലാശാലകൾ തന്നെ വെളിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരുന്നു. അങ്ങനെ പൊതുവെ സമാധാനപരമായി കഴിഞ്ഞിരുന്ന ദക്ഷിണ കൊറിയയിലെ ഭരണകൂടവും ജനങ്ങളുമൊക്കെ തന്നെ കിമ്മിൻ്റെ ഈ പ്രവൃത്തികൾ കാരണം പ്രസിഡന്റിനെയും ഏതാണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. 2012 ഇവർ വിവാഹിതരായത്. 2 വർഷം മുമ്പ് മാത്രമാണ് ഇവർ ആ രാജ്യത്തിൻ്റെ ഒന്നാം വനിതയാവുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ലേഡി ആകുന്നത്. ഒരു മൃഗസ്നേഹി എന്നറിയപ്പെട്ടിരുന്ന കിം തൻ്റെ ഭർത്താവിനോട് വളരെയേറെ നിർബന്ധിച്ചതിന് ശേഷമാണ് ആ രാജ്യത്ത് പട്ടികളെ കശാപ്പ് ചെയ്ത് ഭക്ഷിക്കുന്നത് നിരോധിച്ചത്. പട്ടിയിറച്ചി കഴിക്കുക എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. എങ്കിലും തെക്കൻ കൊറിയക്കാരെ സംബന്ധിച്ച് അത് അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണവസ്തുക്കളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ടാണ് പ്രസിഡന്റ് ഇതിന് ഉത്തരവിട്ടത് എന്നുള്ളത് പല ദക്ഷിണ കൊറിയക്കാരെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. തനിക്ക് ദക്ഷിണ കൊറിയയിലെ കുക്മിൻ സർവകലാശാലയിൽ നിന്ന് PhD ബിരുദമുണ്ട് എന്നാണ് കിം പലവട്ടം അവകാശപ്പെട്ടിരുന്നത്. ഒടുവിൽ ഇവർക്കെതിരെ പരാതികൾ കൂടിയതിനെ തുടർന്ന് ഏതാണ്ട് 16ഓളം പ്രൊഫസർമാർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് ഇവരുടെ ബിരുദത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിയോഗിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇവരുടെ PhD തീസിസ് മൊത്തം, അതായത് നമ്മുടെ നാട്ടിലെ പല സഹാക്കളും ചെയ്യുന്നത് പോലെ തന്നെയാണ്, മൊത്തം കോപ്പി അടിച്ച സാധനങ്ങളായിരുന്നു, മോഷണ വസ്തുക്കളായിരുന്നു ഈ തീസിസിലെല്ലാം ഉണ്ടായിരുന്നത് എന്നാണ്. മാത്രമല്ല 2 വർഷം മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭർത്താവിൻ്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് പോലും കിം ആയിരുന്നു എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പലവട്ടം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവർ നിരവധി ക്രമക്കേടുകൾ നടത്തിയതായി പറയപ്പെടുന്നു. ഇക്കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയോഗിക്കാൻ പാർലമെൻറ്റ് തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് യൂനാകട്ടെ ഈ തീരുമാനത്തെ വീറ്റോ ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഭാര്യയെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ
വേറെ ഒരു വഴിയും കാണാനില്ലാതായ സന്ദർഭത്തിലാണ് വെറുതെ പ്രതിപക്ഷത്തെ നേതാക്കൾ പലരും ഉത്തര കൊറിയയുടെ ചാരന്മാരാണെന്നും മറ്റും ആരോപിച്ചുകൊണ്ട് UN പെട്ടെന്ന് തന്നെ രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പക്ഷേ ജനമുണ്ടോ? വെറുതെ ഇരിക്കുന്നു. അവർ ഒന്നടങ്കം ഇളകി വന്ന് അതിശക്തമായ പ്രതിഷേധം നടന്നു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും ചോദിക്കുന്ന സന്ദർഭവും വന്നു. അങ്ങനെയാണ് ഒടുവിൽ നിവർത്തികെട്ട് മണിക്കൂറുകൾക്കകം തന്നെ UN അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നത്. പ്രസിഡന്റ് ഒന്നുകിൽ രാജിവെക്കണം, അതല്ലെങ്കിൽ തങ്ങൾ ഇംപീച്ച്മെൻറ്റ് മോഷൻ കൊണ്ടുവരും, അതായത് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള പ്രമേയം കൊണ്ടുവരും എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ദേശവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കണമെന്നും ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുമൊക്കെയാണ് പ്രസിഡന്റ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. പക്ഷേ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് സൈനിക അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ നേതാക്കളും ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി, ജനം പാർലമെന്റിലും തടിച്ചുകൂടി ഒരു പട്ടാളത്തെ അവിടെ നിയോഗിക്കേണ്ടി വന്നു. തുടർന്നാണ് ഒടുവിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി തന്നെ വന്നത്. ഒരു രാജ്യത്തെ ഭരണാധികാരി ഇത്തരത്തിൽ ഭാര്യയുടെ പേരിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ നിന്ന് തടിതപ്പാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യ ഒരു സംഭവമായിരിക്കാം. എന്താണെങ്കിലും ഈ പ്രസിഡന്റിന് ഇനി അധികകാലം ഈ പദവിയിൽ തുടരാൻ കഴിയും എന്ന് തോന്നുന്നില്ല. യുൻ സുക് യോളിൻ്റെ വഴി പുറത്തേക്ക് തന്നെയാണ് എന്നാണ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിച്ചത്. ലോകത്തെ വിവിധ രാജ്യങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ നോക്കിക്കണ്ടത്. ആദ്യം വളരെ ഗൗരവതരമായി എല്ലാവരും കണ്ട ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഒടുവിൽ ഒരു വലിയ തമാശയായി മാറുന്ന കാഴ്ചയും ലോകം കണ്ടു.